കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന് ഒന്നാം റാങ്ക് മേടിച്ച ഒരേ ഒരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയുള്ളൂ. അത് അച്യുത മേനോനാണ്. ആ അച്യുത മേനോന്റെ ജീവിതം, അച്യുത മേനോന്റെ ലാളിത്യം, അദ്ദേഹത്തിൻ്റെ ഈ ഭാർഗവനാശാൻ എപ്പോഴും പറയും, രാമൻകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാമൻകുട്ടിക്ക് ചിലപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് 300 രൂപയുള്ള ഫീസ് തികയല്ല. പാർട്ടി ഓഫീസിൽ വന്ന് വിജയൻ സാറിൻ്റെ കയ്യിൽ നിന്ന് അച്യുത മേനോൻ്റെ ഭാര്യ ആളെ പറഞ്ഞയച്ച് കടം മേടിച്ചിട്ടുണ്ട്. അടുത്ത മാസം തേങ്ങ വെട്ടി അതുപോലെ പാർട്ടി ഓഫീസിൽ കൊണ്ട് വിജയൻ സാറിന് കൊടുത്ത് കടം തീർത്തിട്ടുണ്ട്. ഇതാണ് അച്യുത മേനോൻ. മൊത്തത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ കുടുംബം, ആ കുടുംബത്തിൻ്റെ മിടുക്ക് മാത്രമല്ല, അതിൻ്റെ ഊർജം, അതിൻ്റെ ശരീരം, അതിൻ്റെ സമയം, അതിൻ്റെ സൗകര്യം എല്ലാം കേരളത്തിലെ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു കുടുംബത്തിൻ്റെ, സത്യത്തിൽ കേരളത്തിന് ദാനമായി നൽകിയ ഒരു പ്രതിഭയാണ് അച്യുത മേനോൻ. അത് ഏറ്റുവാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 100 സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമായ അരിവാൾ നെൽക്കതിരടയാളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. ആ പാർട്ടി പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ തുരുമ്പില്ലാത്ത ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പാർട്ടി പോലെ നിന്ന ഒരു പാർട്ടിയായിരുന്നു. അച്യുത മേനോനും എമ്മനും AKGയും EMSഉം ആ കാലത്തെ നേതാക്കന്മാരും നേതൃത്വം കൊടുത്ത പാർട്ടിക്ക് പിന്നെ അതുപോലെ ഒരു നേതൃത്വം ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. അതുപോലെ ഒരു യോജിപ്പ് ആർക്കും ഉണ്ടായില്ല. അതുപോലെ ഒരു കൃത്യത, ശാസ്ത്രീയത, ശാസ്ത്രബോധം കേരളത്തിലെ മനുഷ്യരിൽ വലിയ പങ്ക് നിരക്ഷരരായിരുന്നു. പക്ഷേ നിരക്ഷരരായ മനുഷ്യരെ രാഷ്ട്രീയ സാക്ഷരതയിലേക്ക് കൊണ്ടുവന്നത് ആ പാർട്ടിയാണ്. അച്യുത മേനോനും എമ്മനും എല്ലാം നയിച്ച പാർട്ടിയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോവുകയല്ല. KP രാജേന്ദ്രൻ, ബെജിമോള്, സത്യൻ ഇവരെല്ലാം ഇവിടെയുണ്ട്. പക്ഷെ ആ പാർട്ടിയെപ്പോലെ ഒരു പാർട്ടി, അഴുക്കില്ലാത്ത ഒരു പാർട്ടി, മനുഷ്യന്റെ മുമ്പിൽ ഭിന്നതയില്ലാത്ത ഒരു പാർട്ടി, മനുഷ്യന് ആ പാർട്ടിയെ കണ്ടാൽ ആദ്യം മക്കളില്ലാത്തവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കുട്ടിയെ കിട്ടിയാൽ എങ്ങനെ ഏറ്റെടുക്കുന്നു, അങ്ങനെ കേരളത്തിലെ മനുഷ്യൻ ഏറ്റെടുത്ത ഒറ്റ പാർട്ടിയേ ഉള്ളൂ. അത് 57-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയിൽ അച്യുത മേനോനും മത്സരിക്കണമെന്ന് തീരുമാനിച്ചു. അത് പാർട്ടിയുടെ പൊതു തീരുമാനമായിരുന്നു. അങ്ങനെയാണ് അച്യുത മേനോൻ മത്സരിക്കാൻ തയ്യാറായത്. സാധാരണ ഈ സംസ്ഥാന സെക്രട്ടറിമാർ